ക്ലീൻ യുവർ ഓൾട്ടർ, യാഗപീഠത്തെ ശുദ്ധീകരിക്കുക. പാർട്ട് 2. പാർട്ട് 1 കാലങ്ങളും കാലഗതികളും അറിയുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും മൂപ്പന്മാരെ തരുന്നത്. അതിൽ ഇസഖാർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനാണ്, അതായത് യാക്കോബിൻ്റെ 5ാമത്തെ പുത്രൻ, ലേയിലുള്ള 5ാമത്തെ പുത്രനാണ് ഈ കൃപ. അവരുടെ വംശാവലി നോക്കുകയാണെങ്കിൽ അവർക്ക് കാലങ്ങളും കാലഗതിയും, നമ്മളിപ്പോൾ ഈ ഓറോസ്കോപ്പ് അല്ലെങ്കിൽ പിന്നെ വെതർ നോക്കുന്നതൊക്കെ പറയുമ്പോഴേ ഇവർക്കറിയാം എന്താ വരാൻ പോകുന്നത്. കാരണം ദൈവം അവർക്ക് ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. ഈ ദൈവം ഒരു ജ്ഞാനം കൊടുത്താൽ അതൊരു പ്രത്യേകതയാണ്. കാരണം ഞാനത് നോട്ട് ചെയ്യുന്നത്, പലരും ഈ ദൈവജ്ഞാനമുള്ളവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒത്തിരി കഠിന പ്രയത്നം ആവശ്യമില്ല. ഇറ്റ് കംസ് ഓട്ടോമാറ്റിക്കലി. അതായത് ചില ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടോ, അവർക്ക് ഒത്തിരി അറിയേണ്ടെന്ന് ആവശ്യമില്ല, അവരൊന്ന് തൊട്ട് കഴിഞ്ഞാൽ രോഗിക്ക് സൗഖ്യം വരും. അതെ, അതുപോലെ തന്നെ ഫൈനാൻസിൽ ഈ ചില കമ്പനികളുടെയൊക്കെ ലീഡേഴ്സ്, അവർക്ക് ബുദ്ധിപരമായിട്ട് കണക്കുകളിനകത്ത് നല്ല ദൈവകൃപ കൊടുത്തിട്ടുണ്ട്. അവർ ചെന്ന് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഭവനങ്ങളിൽ ചില സ്ത്രീകൾ അവരെന്ത് തുടങ്ങിയാലും അത് അനുഗ്രഹമാണ്. ദിസ് ആർ ഓൾ തിങ്സ് ഗിവൺ ബൈ ഗോഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കഴിവുകളെ മാനിക്കണം. അതും ഒരു വിനയമാണ്. മറ്റുള്ളവരുടെ കഴിവ്, ആ ഏരിയയിൽ അവർക്ക് കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം. അത് ദൈവത്തിന് ഇഷ്ടമാണ്. അത് നമ്മൾ സ്വീകരിക്കാതിരിക്കുന്ന നമ്മുടെ അഹന്ത കൊണ്ട് മാത്രമാണ് മറ്റുള്ളവരുടെ കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യാത്തത്. അത് വളരെ സങ്കടമാണ്. ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ മാനിക്കുന്നതിന് പകരം ചെളി വാരി എറിയുന്ന സ്വഭാവം പല കുടുംബങ്ങളിലുണ്ട്. അതഴിഞ്ഞു പോകണം. ഒരിക്കലും അത് ശരിയല്ല. അത് നമ്മളോടല്ല ഉടയ്ക്കുന്നത്, ദൈവത്തോടാണ് ഉതയ്ക്കുന്നതെന്ന് ഓർക്കണം. അത് കർത്താവ് തന്നെ ഡീൽ ചെയ്യട്ടെ, വിവേകം ഉണ്ടാകട്ടെ. ഇത് നമ്മൾ ഇസഖാറിന് കൊടുത്തിരിക്കുന്ന കൃപയെക്കുറിച്ച് പറയുമ്പം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിനകത്ത് പറഞ്ഞു, 1 ദിനവൃത്താന്തം 12:32 പറഞ്ഞു, ഇസഖാര്യരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണം. ഒരു രക്ഷിത ഗണമാണ് ഇസ്രായേൽ ജനത. അവർ മുഴുവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ അവരുണ്ടായിരുന്നു. അവരാണ് എന്ത് ചെയ്യണം, അതായത് സമ്മറാകുമ്പോൾ എന്ത് ചെയ്യണം, ഏത് സ്ഥലത്തായിരിക്കണം, വിതയ്ക്കുന്ന എപ്പോഴായിരിക്കണം, കൊയ്ത്ത് എപ്പോഴായിരിക്കണം, ഇതൊക്കെ അവർക്ക് അറിയാം. ബിക്കോസ് അവർക്ക് ദൈവം കൊടുത്ത ജ്ഞാനമാണ്. അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിനോട് ഉതയ്ക്കാൻ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ഡിസേണിങ് ഓഫ് ദി ടൈംസ് എന്ന് പറയുമ്പം ഈ സയൻസ് ഓഫ് ടൈംസ്, സമയങ്ങൾ അറിയുക, എന്ത് ചെയ്യണം, പിന്നെ ഈ ട്രൈബിനെ ഒന്നിച്ച് നിർത്തുക. അതായത് ഇവർ വഴക്കുണ്ടാക്കുന്ന ഉടനെ അത് ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. കുടുംബത്തിലെല്ലാം ചിന്നിച്ചെതിരെടുക്കുക. ചിലർ നമ്മൾ ചുമ്മാ നന്മ ചെയ്താലും ഇവിടെ ചെതറിപ്പോകും. ആ കഴിവ് അവർക്കില്ല. എന്നാൽ കഴിവുള്ളവരുണ്ട്. അവരെ ചെന്ന് കണ്ട് അവരെ ഒന്നിച്ചാക്കാൻ പറഞ്ഞാൽ നടക്കും. പക്ഷെ അങ്ങനെയുള്ളവരിപ്പോൾ എത്ര പേരുണ്ട്. ഈ കൃപകൾ, ദൈവം തരുന്ന ഈ വലിയ കഴിവുകളെ ഒന്ന് പുറത്ത് കാണിക്കാൻ പോലും ഇപ്പോൾ സാഹചര്യങ്ങൾ കുറവാണ്. അത് വളരെ സങ്കടമാണ് ദൈവത്തിന്. സോ ഈ ദൈവം കഴിവ് കൊടുത്ത് ഡിസേണിങ് ഓഫ് ദി ടൈംസ്, ഈ ടൈംസ് തന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവം സമയം അറിയണം, നമ്മൾ എന്താണെന്ന് സമയം അറിയണം, എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ അല്ലെ നമ്മുടെ ഭവനങ്ങളിലുള്ളവരെ ഒന്നിച്ച് നിർത്തണം. ഇതെല്ലാം ദൈവം ഈ കഴിവ് കൊടുത്തവർക്ക് പ്രത്യേക കഴിവുണ്ട്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ബഹുമാനം ഉണ്ടാകണം. കാരണം ദൈവമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിനെ മാനിച്ചാൽ നമുക്ക് നല്ലതാണ്. അപ്പം നമ്മളോട് പറയുന്ന ഈ ഉണങ്ങിയ അസ്ഥികളെയൊക്കെ ജീവിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കൃപകൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരിൽ കാണണം. അത് കണ്ടുപിടിക്കണം. കർത്താവിന് ഈ ടൈംസ് ഓഫ് റിഡംഷൻ, കർത്താവിൻ്റെ ഈ ഒരു വീണ്ടെടുപ്പിൻ്റെ സമയം കർത്താവ് പറയുന്നുണ്ട്. കം ഹയർ, മേളിലേക്ക് എൻ്റെ അടുക്കൽ വാ. കം അപ്പ് വേർ ഐ ആം, ഞാൻ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നീ കടന്നു വാ. അപ്പോൾ ഇവിടെ കയറി വരിക എന്ന് വെളിപ്പാടിൻ്റെ 4:1 പറഞ്ഞു. നിങ്ങൾ ഇവിടെ കയറി വാ. അപ്പോൾ നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ ഈ കയറി വരിക എന്ന് പറയിക്കുമ്പം ഈ ലോക ജീവിതത്തിൽ ഈ ഭൂമിയിൽ ദുഷ്ട സ്പിരിറ്റുകൾ കളിക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ കിടന്നുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അത് ഡേയ്സ് ഓഫ് എലൈജയുടെ കാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനത മുഴുവനും ബാൽവിഗ്രഹത്തിൻ്റെ പുറകെ പോയി. അത് അതായത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ജനം ദൈവത്തെ വിട്ടുമാറി ജീവിക്കുന്ന ഒരു കാലം. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ചിന്തിച്ച് നോക്ക്. നമുക്ക് ദൈവത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ വേദപുസ്തകത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എങ്കിലും പലരും നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി നമ്മളെല്ലാം മാറിപ്പോകുന്ന ഒരു ടെൻഡൻസി നമുക്ക് വരുന്നുണ്ട്. അത് വരുമ്പം വീണ്ടും വീണ്ടും നമ്മളെ തിരിച്ച് വെളുപ്പിക്കാനാണ് ദിനംപ്രതി. അതായത് എവിടെ പാപം പെരുകുന്നോ അവിടെ ദൈവത്തിൻ്റെ കൃപയും പെരുകുന്നുണ്ടല്ലോ.
നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അഴുക്കായിട്ടുള്ള മെസ്സേജ് ഒത്തിരി വരുമ്പം അതുപോലെ ദൈവീക വചനവും പടരുന്നുണ്ടെന്ന് ഓർക്കണം. ആരെ ടച്ച് ചെയ്യുന്നു എന്നറിയത്തില്ല, പക്ഷേ വചനം പറയാൻ ആളുകൾ വേണം. വിളവ് നിറഞ്ഞു നടക്കുകയാണ്, വിളവെടുക്കാൻ ആളുകളില്ല. ദൈവമേ, പിതാവിനോട് യാചിക്കണം, വിളവെടുക്കാൻ പറ്റിയതായിട്ടുള്ള ജോലിക്കാരെ ഈ വയലിലേക്ക് ഇറക്കണമെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് യേശുക്രിസ്തു പോലും പറയുന്നു. നമ്മളും പ്രാർത്ഥിക്കുക, നമ്മളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ എലൈജയുടെ കാലത്ത് ജെസബേൽ സ്പിരിറ്റ്, അതായത് ജെസബേൽ ആൻഡ് ആഹാബിൻ്റെ കാര്യത്ത്, ജെസബേൽ വാസ് എ വിച്ച്. അവളൊരു ദുഷ്ടശക്തിയാണ്. അവരുടെ കൊട്ടാരത്തിൽ 450 ബാൽ വിഗ്രഹക്കാരെയും 400 അശേര പ്രവാചകന്മാരുടെയും കൊട്ടാരത്തിനകത്ത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലം. ആഹാബ് രാജാവ് എന്ന് പറഞ്ഞതിനെ പോലൊരു ദുഷ്ട രാജാവ് വേറെ ഇല്ലെന്ന് വേദപുസ്തകം പറയുന്നു. ഈ ഭാര്യ പറയുന്നത് മാത്രം നോക്കിക്കൊണ്ടായിരിക്കും, ഒരു നട്ടലില്ലായിരുന്നു. വളരെ സങ്കടമാണ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു ആഹാബ് ഒരു ദുഷ്ടനായിരുന്നെന്ന്. അതുകൊണ്ടാണല്ലോ ജെസബേൽ അത്രയും ശക്തി പ്രാപിച്ചത്. അപ്പം ജെസബേൽ എന്ത് ചെയ്തു? ബാൽ വിഗ്രഹക്കാരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുപ്പിക്കുമ്പോൾ അവർക്ക് എന്തൊരു ഹുങ്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത് നീ ചെന്ന് കാണുക. അങ്ങനെ ഏലിയാ പ്രവാചകനെ പറഞ്ഞു വിടുകയാണ് ദൈവം ചെയ്തത്. പറഞ്ഞു വിടുമ്പം ഏലിയാ പ്രവാചകന് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയം ഇല്ലായിരിക്കണം, കാരണം അത്തരം ശക്തി ദൈവം കൊടുത്തു കാണണം. അതുകൊണ്ടാണ് ഏലിയാ പ്രവാചകൻ ധൈര്യമായിട്ട് വരുവീൻ, നിങ്ങൾ ഈ 2 തോണി കാല് ചവിട്ടുന്നത് നിർത്തി വെച്ച് ഇന്നൊരു തീരുമാനം അടുക്കെ, ഏത് തോണിയിലാണ് നിൻ്റെ കാല് വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി അവർ കർമ്മേൽ മലയുടെ മുകളിൽ വിളിച്ചുകൂട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ബാൽ വിഗ്രഹക്കാർ കണ്ടീഷൻ എന്താണ്? നിങ്ങളുടെ കാളയെ നിങ്ങൾ അറുത്ത് വെക്കുക, എൻ്റെ കാളയെ ദൈവത്തിൻ്റെ ഉള്ളത് യഹോവയ്ക്കുള്ളത് ഞാനും അറുത്ത് വെക്കും. ഏതിൻ്റെ മേലാണ് സ്വർഗത്തിൽ നിന്ന് തീ തനികെ ഇറങ്ങി വരുന്നത് ആ ദൈവമാണ് വലുത്. അങ്ങനെയാണ് സത്യദൈവം എന്ന് പറയുന്നത്. ശരി, അങ്ങനെ ആദ്യമേ ബാൽ വിഗ്രഹക്കാരോട് ചെയ്തോളാൻ പറഞ്ഞു. അവർ ചെയ്തിട്ട് രാവിലെ ഉച്ചോട്ട് വൈകിട്ട് വരെ അവരതിനെ അറുത്ത് വെച്ചിട്ട് അവർ നെഞ്ചത്ത് വാളുകൊണ്ട് ശരീരം മുറിക്കുന്നു, രക്തം ചൊരിയുന്നു, ചാൻറ്റ് ചെയ്യുന്നു, പലത് ചെയ്തിട്ടും അവരനങ്ങിയില്ല. പിശാചിൻ്റെ ശക്തി വളരെ ചെറുതാണ് ദൈവപുരുഷൻ ഒരാൾ നിൽക്കുമ്പോൾ. അതെല്ലാം കഴിഞ്ഞിട്ട് ഏലിയാ പ്രവാചകൻ വന്നിട്ട് പറയുന്നു, ദൈവമേ നീയാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, നീയാണ് സത്യദൈവം എന്ന് കാണിക്കുവാൻ തക്കവണ്ണം നീ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കും. ഇവിടെ എങ്ങനെയാണ്? ഒരു കാളയെ അറുത്തിട്ട് അതിനെ യാഗവസ്തുവായിട്ട് കയറ്റി വെക്കുക തന്നെയല്ല, അതിൻ്റെ ചുറ്റും വെള്ളം പോലും ഒഴിച്ചിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് യാഗവസ്തുവിനെ നിർത്തിയിരിക്കുകയാണെന്ന് ഓർക്കണം. വെള്ളം ചുറ്റും ഒഴിച്ചിരിക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ മേലും യാഗവസ്തു, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നിട്ട് യാഗപശുവിനെ യാഗവസ്തുവിനെ കരിച്ച് കളയുക തന്നെയല്ല, ചുറ്റുപാടുമുള്ള വെള്ളം പോലും കരിഞ്ഞു പോയി എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഏലിയാ പ്രവാചകൻ പറയുകയാണ്, ഏത് സത്യദൈവമാണ് നിങ്ങൾ തീരുമാനിക്കും. ജനമൊക്കെയും ദൈവത്തെ ദൈവത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഇസ്രായേൽ ജനതയെ വീണ്ടും തിരഞ്ഞെടുക്കുകയാണ്, വീണ്ടും അവരെ കൊണ്ടുവരികയാണ്. അതാണ് ഒരു പ്രോഫറ്റ് ഒരൊറ്റ ഒരിടത്തിലെ വിടരുന്നത്. 450 ബാൽ വിഗ്രഹ പ്രോഫറ്റ്സിനെയും ഏലിയാ പ്രവാചകൻ കൊല്ലുകയാണ് ചെയ്യുന്നത്, ഒറ്റ ഒരെണ്ണത്തിനെ വിടാതെ. നമ്മളിന്ന് ചിന്തിച്ച് നോക്കി, ഒരു വ്യക്തിയുടെ ബലം ദൈവത്തോട് നമുക്ക് തന്നിരിക്കുന്ന ബലം. ഇപ്പം നമ്മൾ സത്യത്തിൽ ഈ പഴയ നിയമത്തിലെ പോലെ നമ്മൾ പേഴ്സണൽ കൺഫ്രണ്ടേഷൻ ഇപ്പം നടക്കുന്നില്ല. നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ അധികം ഇല്ല. പക്ഷേ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമല്ലോ. ഈ പ്രാർത്ഥന വിജനസ്ഥലത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, വീട്ടിനകത്ത് മുറിയുടെ അകത്ത് അടച്ചിട്ടിരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. പ്രാർത്ഥിക്കുവീൻ. ദൈവത്തിന് നിർബന്ധമാണ് പ്രാർത്ഥന. ദൈവസന്നിധിയിൽ കടന്ന് ചെല്ലണം. അപ്പം ഈ ജെസബേൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ജെസബേൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്മോറൽ സ്പിരിറ്റാണ്. വെളിപ്പാട് 2:20 പറയുന്നുണ്ട്, എങ്കിലും താൻ ജെസബേൽ സ്പിരിറ്റിനെ കുറിച്ചാണ്, എങ്കിലും താൻ പ്രവാചകി ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയും ചെയ്യുന്നവളാവുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ സ്പിരിറ്റ് ഓഫ് കൺട്രോളാണ്. അത് കണ്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് ഓഫ് കൺട്രോൾ സ്ത്രീകളിലാണുള്ളത്. സ്പിരിറ്റ് ഓഫ് കൺട്രോൾ നല്ലതിന് സ്പിരിറ്റ് ഓഫ് കൺട്രോൾ കൊള്ളാം, പക്ഷെ എന്നാൽ പോലും പരിശുദ്ധാത്മാവ് അധികം അനുവദിക്കുന്നില്ല. മനസ്സിലാക്കണം. നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായില്ല എങ്കിൽ അനുഗ്രഹത്തിന് പകരം ശാപം ഉണ്ടാക്കി വെക്കും. അപ്പം 3-4 കാര്യങ്ങൾ പറയുന്നത് വെളിപ്പാട് 2:20 പറയുന്നത്, ദുർനടപ്പ് ജെസബേൽ സ്പിരിറ്റിനെയാണ്, വിഗ്രഹാർപ്പിതം തിന്നുന്നവർ, പ്രവാചകി എന്ന് പറഞ്ഞ് തൻ്റെ ദാസന്മാരെ വഴിതെറ്റിക്കുന്നവർ. അപ്പം നമ്മൾ ദൈവവും പിശാചും ടെറിറ്റോറിയലാണ്. അതായത് ദൈവത്തിനും പിശാചിനും
ആളുകൾ വേണം പ്രവർത്തിക്കാൻ. ആളുകളില്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. സ്പിരിറ്റിന് എപ്പോഴും ഞാൻ പറയുന്ന ഒരു സത്യമാണ്, സ്പിരിറ്റിന്, അതായത് ആത്മാവിന് ദേഹം ഇല്ല. ആത്മാവിന് ദേഹം കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനോട് തൻ്റെ ശരീരം, അതായത് എൻ്റെ ശരീരത്തിൽ ദൈവാത്മാവ് വസിക്കണം. അതേപോലെ തന്നെ പിശാചിന് അവർക്ക് തന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവർക്ക് ദേ ഓൾസോ നീഡ് ബോഡീസ്, ശരീരം ആവശ്യമുണ്ട്. നിൻ്റെ ശരീരം ആർക്ക് വേണ്ടി കൊടുക്കുന്നു? പകുതി ദൈവത്തിനും പകുതി പിശാചിനും കൊടുത്ത് 2 തോണി കാല് ചവിട്ടി നമുക്ക് നടക്കാനൊക്കത്തില്ല. രണ്ടിലൊന്ന് തീരുമാനം. ഇത് എപ്പോഴും ഈ യുദ്ധം മനസ്സിലാണ്. ഈ യുദ്ധത്തിലൊരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവം ബാക്കിയെല്ലാം അങ്ങോട്ട് ചെയ്യും. ആ ഒരു തീരുമാനം എടുക്കാൻ നേരത്താണ് നമുക്ക് അഡ്വൈസ് വേണ്ടത്. ആർ യു വില്ലിങ്? എത്രയോ പേരെന്നെ വിളിച്ചിട്ട് അവർക്ക് ജീവിതത്തിൽ ഇനി ഒരു നിഞ്ച് മുൻപോട്ട് പോകാൻ പറ്റരുത്. നമ്മളൊരു വാക്കേ പറ്റൂ, ഭയപ്പെടാതിരിക്കേ, ദൈവം അല്ലേ നിയന്ത്രിക്കുന്നത്, മുമ്പിൽ ദൈവം വന്ന് നെപ്പില്ലേ കാണൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് വിടുതൽ വരും. അത്രയും മതി. അത്രയെങ്കിലും പറയാൻ കഴിവുള്ളവർ എത്ര വേണം? മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ സ്വാർത്ഥത വെടിഞ്ഞ് അവരുടെ വിഷമം ഒന്ന് കേട്ടിട്ട് ഒരുപാട് വേടുകൊണ്ട് ഒരു ഉത്തരം കൊടുക്കുന്ന എത്ര പേരുണ്ട്? പ്രായം ചെന്ന സ്ത്രീകൾ, എത്രയോ കഴിവുകളുള്ളവർ ഞാൻ ഓരോ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. എത്ര കഴിവുകളുണ്ട്. അവരൊക്കെ അവരുടെ സ്വാർത്ഥമായ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം അങ്ങ് ദൈവത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങി വരിക. കർത്താവിന് വേണ്ടി നമ്മൾ കാണിക്കുന്നല്ല, ദൈവത്തോട് പറയാം, കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം എടുത്ത് ഉപയോഗിക്കും. അതിനുവേണ്ടി റെഡി ആകണം നമ്മൾ. ക്ലീൻ ദി ഓൾട്ടർ, ക്ലീൻ ദി ഓൾട്ടർ. യോഹന്നാൻ 4:17. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ നിന്നിട്ട് അപ്പച്ചൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ആകർഷിക്കുമ്പം ഈ സത്യവചനം നമ്മുടെ ഫൗണ്ടേഷനാകണം. 1 യോഹന്നാൻ 4:17 ഇങ്ങനെയാണ് വായിക്കുന്നത്: ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോടെ തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിന് ഭയമില്ല. ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അപ്പോൾ ഓരോ വാക്കിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും. യേശു ഇരിക്കുന്നിടത്ത് വെപ്രാളോ വിപ്രതിവെക്കളോ ഒന്നുമില്ല. ഏത് പ്രശ്നം വന്നാലും ബ്രിങ് ഇറ്റ് ടു മീ, ഐ ആം ഇൻ ചാർജ്. അതുകൊണ്ടാണ് പലരുടെ പ്രയാസം പറഞ്ഞപ്പോൾ മലകളിങ്ങനെ അവരുടെ മുമ്പിലങ്ങനെ നിൽക്കുകയാണ്. അടുത്ത പറഞ്ഞ് എൻ്റെ അടുക്ക് കൊണ്ടുവരാൻ പറ, അത് വെറും ഉറുമ്പ് പോലെയുള്ള എനിക്ക്. ഒരു ചെറിയ ഉറുമ്പിനെ നമ്മൾ ചുമ്മാ ഒന്ന് ചോദിച്ചാൽ ചത്തുപോകും. കർത്താവിന് നമുക്കിത് മലയാണ്. അങ്ങനെ മലകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അത് അയ്യോ ഇന്ന ആൾ സഹായിക്കുമെന്നും പറഞ്ഞല്ല, ദൈവം എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചാൽ കർത്താവ് അതിനൊരു വഴി ഒരുക്കും. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നവരിൽ നിന്നല്ല ഉത്തരം കിട്ടുന്നത്, പക്ഷേ ദൈവമാണ് അത് കേട്ടതെങ്കിൽ അപ്പച്ചൻ അതിന് വഴി തുറന്ന് തരും. അത് അവൻ്റെ വിശ്വസ്തതയാണ്. നമ്മൾ സ്വന്തം മക്കളെ വളർത്തിയാൽ, സ്വന്തം ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ തിരിച്ചൊരു സ്നേഹം കിട്ടണമെന്നില്ല. സ്നേഹം ആർക്ക് വാങ്ങിക്കാൻ സാധിക്കും? ക്രിസ്തു അത് തന്നെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ സ്നേഹം നിങ്ങൾക്ക് തരിക, പക്ഷെ ഒരു സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിനകത്ത് വസിക്കാൻ ഒരു തീരുമാനം എടുക്കുക. അതെങ്കിലും ചെയ്യുക. ക്ലീൻ ദി ഓൾട്ടർ. ബാക്കിയെല്ലാം പുറമേ, അതെല്ലാം പിന്നെ വരും. മേക്ക് ഹിം ദ സെൻറ്റർ ഓഫ് അവർ ലൈഫ്. അവൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടം എൻ്റെ ക്രിസ്തുവാണെന്ന് പറയാൻ തുടങ്ങി. ദൈവം നമ്മളെ അനുഗ്രഹത്തിലേക്ക് നടത്തട്ടെ. ഓരോ ദിവസവും തീരുമാനം എടുക്കുമ്പോൾ പലതും നമ്മൾ പലതരത്തിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഒരു വേണ്ടാത്ത തീരുമാനം എടുത്തു പോയോ പിന്നെ അതിൻ്റെ പുറകെ നടന്ന് തിരിച്ചുള്ള വരവെന്ത് പാടാപ്പിച്ച, വലിയ പ്രയാസം തന്നെ. കർത്താവേ, നീ അവിടുന്ന് തന്നെ 11-ാം വയസ്സിൽ ആലയത്തിലിരുന്ന് മാതാവും ജോസഫും തിരിച്ചുപോയി. ഒരു ദിവസം അവരുടെ ചാർച്ചക്കാരുടെ കൂടെ ഉണ്ട്, കുഞ്ഞുങ്ങളെല്ലാം കൂടെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞോ നോക്കിയപ്പോൾ യേശു അവിടെ ഇല്ലായിരുന്നു. ഒരു ദിവസത്തെ യാത്രയുള്ളൂ, പക്ഷെ തിരിച്ചു പോയപ്പോൾ 3 ദിവസത്തെ യാത്രയാണ്. കാരണം അവിടെ ഇവിടെ എല്ലാം ചോദിച്ചായിരിക്കണമല്ലോ പോയത്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പം കുഴപ്പമില്ല യേശു ഉണ്ടേ എന്ന് അത് റീകൺഫേം ചെയ്യൂല. നമ്മളങ്ങ് പോയി കഴിഞ്ഞിട്ട് ദൈവം ഉണ്ടേ എന്നും പറഞ്ഞ് അങ്ങ് പോയി ചെന്നിട്ട് അവസാനം വഴി തെറ്റിക്കഴിയുമ്പോൾ നിലവിളിക്കും. പിന്നെ എത്ര സമയമെടുത്താണ് തിരിച്ചു വരുന്നത്. എത്രയോ ബുദ്ധിഹീനതകൾ ഞങ്ങൾ കാണിക്കുന്നത്. ഇസ്സഖാറിനെ പോലെ കാലവും കാലഗതിയും അറിയാനുള്ള ബുദ്ധിജ്ഞാനം ഇട്ടുന്നിട്ട് ചില കാര്യങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചാൽ അത് വേണ്ടെന്ന് വെക്കാനും, ചിലത് വേണമെന്ന് വിചാരിച്ചാൽ അത് തീക്ഷ്ണമായി പ്രാപിച്ചെടുക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഇട്ടുതരണം.
പലപ്പോഴും ഞങ്ങൾ പറയുന്നത് നടക്കുന്നില്ല എന്ന് മക്കൾ പോലും പറയുന്നെങ്കിൽ അവരുമായിട്ടുള്ള ദൈവബന്ധം ഉറപ്പില്ലെങ്കിൽ ചിലപ്പോൾ അവർ കാണത്തില്ല. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പില്ലെങ്കിൽ അവിടെയും തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണേലും ദൈവമേ, ഈ ബലഹീന, അതായത് ഫോളൻ വേൾഡ്, ഈ ബലഹീന മനുഷ്യന് ബലഹീന മക്കൾ, ഇതിനൊക്കത്തിനും പരിഹാരം നീ ഒരുവൻ മാത്രം. എല്ലാം നേടുക എന്നുള്ളതല്ല, ദൈവത്തിൽ ആത്മാവിൽ തീഷ്ണമായിട്ട് നിന്ന് എൻ്റെ ഇഷ്ടം പോലെ ജീവിതത്തിൽ നേർച്ചാവിൽ സ്വർഗത്തിൽ പോലും വിലമതിക്കുന്ന നന്മകൾ ചെയ്യുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും എടുത്തുപയോഗിക്കണമേ. കഷ്ടം ഒരു സൈഡിൽ കൂടി ഉണ്ട് കർത്താവേ. ഈ കഷ്ടം നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. ചിലർക്ക് പണസംബന്ധമായ ഭാരമായിരിക്കും, വിവാഹത്തിൻ്റെ ആയിരിക്കും, കുഞ്ഞുങ്ങളായിരിക്കാം, രോഗമായിരിക്കാം, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതിരിക്കുന്നതായിരിക്കാം. ഇതൊക്കെ എടുത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരണം. നാഥാ, നീ എഴുന്നള്ളി വരാതെ രക്ഷയില്ല. അതിനെ വിളിച്ചു വരുത്തുന്നു. നിൻ്റെ കൂടെ ഈ വചനം കേൾക്കുന്ന അനേക മക്കളുടെ ഭവനങ്ങളിൽ അവിടുന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ കടന്നു ചെന്നേ പറ്റൂ. കടന്നു ചെന്ന് ഉത്തരം കൊടുത്താട്ട് ദൈവത്തിൻ്റെ അധികമായ സമാധാനത്തിൽ നിറച്ചാട്ട് ഞങ്ങളെ ദിനം പ്രതി നടത്തുന്ന ദിവ്യസ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.